നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. CPIM-ന്റെ കണ്ണൂർ ജില്ലാ ഘടകത്തിൽ പിന്നെയും ചില ഭൂകമ്പങ്ങൾ ഉരുണ്ടുകൂടുന്നത് കേൾക്കുന്നു. മനു തോമസ് എന്ന മുൻ ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടി നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. കൊട്ടേഷൻ സംഘബന്ധത്തെക്കുറിച്ചുള്ള ആ പരാതിക്കും ആക്ഷേപങ്ങൾക്കും ശരിയാവണ്ണമുള്ള പ്രതികരണം പാർട്ടിയിൽ നിന്നുണ്ടായില്ല എന്നാണ് മനു തോമസിന്റെ പരാതി. ചില നേതാക്കൾക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധവും ആസൂത്രിതമായ ഗൂഢാലോചനയുടെ വിശദാംശങ്ങളും പാർട്ടി നേതൃത്വത്തെ, ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചിട്ടും ഇടപെടാൻ പാർട്ടി തയ്യാറായില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ മനം നൊന്താണ് പാർട്ടിയോട് സഹകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് എന്ന്. വളരെ പെട്ടെന്ന് P. ജയരാജൻ മുൻ ജില്ലാ സെക്രട്ടറി അവിടെ ഇടപെടുകയും മനു തോമസ് പാർട്ടിയെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുകയാണെന്നും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നും പറയുന്നു. അപ്പോൾ മനു ജയരാജനെതിരെ തിരിച്ചും. ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങൾ പരസ്പരം ഉന്നയിക്കുന്നു P. ജയരാജനും മനു തോമസും. സത്യത്തിൽ കണ്ണൂരിലെ പാർട്ടിയിൽ സംഭവിക്കുന്നത് എന്താണ്? മനു തോമസിന്റെ കേവലമായ വ്യക്തിവിരോധമാണോ ഈ വിവാദങ്ങൾക്ക് ആധാരം? അതോ അതിനുമപ്പുറം കണ്ണൂരിലെ പാർട്ടിക്കകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹിതകരമല്ലാത്ത അല്ലെങ്കിൽ ശുഭകരമല്ലാത്ത സംഗതികളിലേക്കുള്ള വെളിച്ചം വീശലാണോ ഈ വിവാദം? ഈ വിഷയം സംസാരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി, സെം ജയചന്ദ്രൻ, ഇടതു സഹയാത്രികൻ KC ഉമേഷ് ബാബു, നിരീക്ഷകൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം കണ്ണൂർ ബ്യൂറോ ചീഫ് സുനിൽ ഐസക് എന്നോടൊപ്പം തത്സമയം ചേരുന്നു. സുനിൽ, സത്യത്തിൽ ഇപ്പോൾ ഈ കണ്ണൂരിലെ പാർട്ടിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ആധാരശില എന്നത് എന്താണ്? പാർട്ടിക്കകത്ത് നേതാക്കൾ തമ്മിലുള്ള കേവലമായ വ്യക്തിവിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളാണോ? അതിനപ്പുറത്തേക്ക് വലിയ മാനങ്ങൾ ഇതിനുണ്ടോ? നിഷാദ്, കണ്ണൂരിലെ CPM രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതാദ്യമായിട്ടാണ് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം പാർട്ടി വിട്ടുപോകുന്ന ഒരാളായിക്കോട്ടെ എങ്കിൽ കൂടിയും ഇത്തരം ഒരു ആരോപണം പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ ഉന്നയിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു വിഷയമല്ല. ഒരു 3-4 വർഷമായി കണ്ണൂരിലെ യുവജന രാഷ്ട്രീയത്തിനിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആ രാഷ്ട്രീയക്കാർ തമ്മിലുണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ പരിണിത ഫലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് വന്നിരിക്കുന്നതെന്ന് വേണം പറയാൻ. അതായത് DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾക്കെതിരെയാണ് അന്ന് DYFIയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന മനു തോമസ് അതീവ ഗുരുതരമായ ഒരു പരാതി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് നൽകുന്നത്. 2022 ഏപ്രിൽ മാസം അവസാന ആഴ്ചയിലാണ് ഇങ്ങനെ ഒരു എഴുതി തയ്യാറാക്കിയ പരാതി മനു തോമസ് CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുന്നത്. അതിനൊപ്പം ഒരു വോയിസ് നോട്ട് കൂടി നൽകിയിരുന്നു. പരാതി ഇതായിരുന്നു, അതായത് DYFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ M. ഷാജർ ആകാശ് തില്ലങ്കേരി അടക്കമുള്ള സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ടീമുമായി ചേർന്ന് മനു തോമസിനെതിരെ പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു പരാതി. അതിനാധാരമായി നൽകിയത് ഒരു വാട്സപ്പ് വോയിസ് നോട്ടാണ്. അത് ആകാശ് തില്ലങ്കേരി ഒരു ക്ലോസ്ഡ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ഒരു വോയിസ് ക്ലിപ്പാണ്. അതിൽ മനു തോമസിനെതിരായി ഒരു മൂവ്മെന്റ് ഉണ്ടാവണമെന്ന് പറഞ്ഞിരിക്കുകയും അതിന് ഷാജറിന്റെ എല്ലാ തരത്തിലുള്ള പിന്തുണയും ഉണ്ടെന്ന് ആ വോയിസ് നോട്ടിൽ പറയുന്നുവെന്നാണ് മനു പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ പരാതി CPM-ന്റെ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി. പക്ഷേ ജില്ലാ കമ്മിറ്റി വേണ്ടത്ര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്ന ഉപദേശത്തോടുകൂടി ഈ പരാതി മടക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് മനു തോമസ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് വീണ്ടും ഒരു പരാതി നൽകുന്നത്. ആ പരാതിയുടെ പകർപ്പാണ് ഇന്ന് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തത്. ആ പരാതിയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ജില്ലാ കമ്മിറ്റിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിരുന്നു, അതീവ ഗൗരവമായ പരാതി. പക്ഷേ ആ പരാതിയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടി ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മാത്രമല്ല, ഏതാണ്ട് 9 മാസക്കാലത്തോളം ആ പരാതി അന്വേഷിക്കുക പോലും ചെയ്യാതെ പൂഴ്ത്തിവെച്ചു എന്നൊരു ആരോപണം കൂടി ഈ പരാതിയിലുണ്ട്. എന്തായാലും സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ ഇടപെടുന്നു. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗം, അതായത് തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്തിരുന്ന CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മനു തോമസ് ഈ വിഷയം വീണ്ടും ഉന്നയിക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ ഇടപെടുന്നു. പിന്നാലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M. സുരേന്ദ്രനെ ഇത് അന്വേഷിക്കാനായി ഒരു കമ്മീഷനായി നിയമിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ കമ്മീഷൻ ഇരുഭാഗത്തു നിന്നും മൊഴിയെടുത്തു. മാത്രമല്ല, ഒരു ഗുരുതരമായ ആരോപണം കൂടി അതിനൊപ്പം ഉണ്ടായിരുന്നു. അത് ഒരു സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്ന് വിഹിതം പറ്റി ഒരു നേതാവ് എന്നതായിരുന്നു ആ ആരോപണം. ആ ആരോപണത്തിൽ ഇടനിലക്കാരനായി നിന്നു എന്ന് പറയുന്ന ഒരു ഓഫീസ് സെക്രട്ടറിയുടെ അടക്കമുള്ള മൊഴികൾ ഈ M. സുരേന്ദ്രൻ കമ്മീഷൻ എടുക്കുകയും ചെയ്തു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നടപടി അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല എന്ന് മാത്രമല്ല,
ഈ ആരോപണം നിലനിൽക്കെ തന്നെ തൊട്ടടുത്ത മാസം എം ഷാജറിനെ യുവജന കമ്മീഷന്റെ അധ്യക്ഷനായി CPM നിയമിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഏതെങ്കിലും തരത്തിൽ ഇനി പാർട്ടിയുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് മനു വരികയും കഴിഞ്ഞ 1.5 വർഷക്കാലമായി മനു പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കാനും അദ്ദേഹം തയ്യാറായില്ല. പാർട്ടി അംഗത്വം പോലും പുതുക്കാതിരുന്ന മനു തോമസിനെ പക്ഷേ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ ഈ കഴിഞ്ഞ ആഴ്ച വരെ ജില്ലാ നേതൃത്വം തയ്യാറായുമില്ല എന്നതും ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗം മനുവിനെ അംഗത്വം പുതുക്കാത്തതിന്റെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ ഒരു സംഘടനാ രീതി അനുസരിച്ച് ഒഴിവാക്കാൻ തീരുമാനിക്കുകയും പകരം ഒരാളെ അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നാലെയാണ് മനു തോമസ് മാധ്യമങ്ങളെ കാണുന്നത് CPMന്റെ കണ്ണൂർ ജില്ലയിലെ ചില നേതാക്കൾക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ഇപ്പോഴും ബന്ധമുണ്ട്, അവരവരുടെ ചില വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെ ഉപയോഗപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത്. ആ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഒരു മലയാള ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ഷാജർ P. ജയരാജന്റെ പേരെടുത്തത് പറഞ്ഞു തന്നെ ഒരു വിമർശനം ഉന്നയിച്ചു. ഇന്നലെയാണ് ആ വിമർശനം പത്രത്തിലൂടെ വരുന്നത്. അതായത് ഈ ആകാശ് തില്ലങ്കേരിയും ഒപ്പം അർജുൻ അയങ്കിയും അടക്കമുള്ള ആളുകൾക്ക് ചില ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത്, അത് സോഷ്യൽ മീഡിയ എന്ന തരത്തിലുള്ള ചില ഒത്താശകൾ ആദ്യം ചെയ്തു കൊടുത്തു, ചില ബൂസ്റ്റിങ്ങൾക്ക് നിന്നു കൊടുത്തത് അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്തത് P. ജയരാജനായിരുന്നു എന്നാണ് ആ പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് P. ജയരാജൻ ഒരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും മനു തോമസിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതായത് മനു തോമസ് ഇപ്പോൾ എന്തോ കൊട്ടേഷൻ സംഘത്തിന്റെ അതിനെതിരായി നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഭാവിക്കുകയാണ്, അഭിനയിക്കുകയാണ്. അത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു നീക്കം മാത്രമാണ്. മനുവിനെതിരെ മനു ഒരു കച്ചവട സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു, അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് മനുവിനോട് പാർട്ടി ആവശ്യപ്പെട്ടെങ്കിലും മനു അതിന് തയ്യാറാവാതിരുന്നത് കൊണ്ടാണ് മനുവിനെ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മനുവിന് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായതെന്നും തനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് നിയമപരമായി മനുവിനെതിരെ നീങ്ങുമെന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട് P. ജയരാജൻ കുറിച്ചിരുന്നു. എന്തായാലും തൊട്ടു പിന്നാലെ തികച്ചും അപ്രതീക്ഷിതമെന്ന് തന്നെ പറയാവുന്ന തരത്തിൽ P. ജയരാജനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി മനു തോമസ് ഫേസ്ബുക്കിലൂടെ തന്നെ മറുപടി കൊടുക്കുകയാണ്. അത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളെയും ഒപ്പം സ്വന്തം മകനെയും ഉപയോഗിച്ചുകൊണ്ട് വിദേശത്ത് P. ജയരാജൻ ചില കച്ചവടങ്ങൾ നടത്തുന്നു എന്നതാണ് ഒരാരോപണം. മറ്റൊന്ന്, അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ഒരു കോറി മാഫിയ തലവന് വേണ്ടി ഒരു പാർട്ടിയുടെ ഒരു ഏരിയ സെക്രട്ടറിയെ തന്നെ മാറ്റിയ ചരിത്രമുണ്ട്, അത് ജനങ്ങൾ അറിയണ്ടേ എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ചോദ്യം. ഒപ്പം അത്തരത്തിലുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ, അതായത് പാർട്ടിക്കുള്ളിൽ സമാന്തരമായി CPMനുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ചില ചർച്ചകൾ, ആലോചനകൾ P. ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് P. ജയരാജൻ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും താൻ ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാണെന്നും അത്തരമൊരു സംവാദത്തിന് P. ജയരാജനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് മനു തോമസ്. എന്തായാലും മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇതുവരെ P. ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്ര രൂക്ഷമായ ഒരു വിമർശനം മനു തോമസ് ഉന്നയിച്ചിട്ടും കണ്ണൂർ ജില്ലയിലെയോ അതിന് പുറത്തുള്ളതോ ആയ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട CPM നേതാവ് മനുവിനെതിരെ രൂക്ഷമായ വിമർശനവുമായോ അല്ലെങ്കിൽ മനുവിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടോ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല. സ്വാഭാവികമായും അത് നാളെ ഉണ്ടായേക്കാം. കാരണം P. ജയരാജൻ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുന്ന ഗുരുതരമായ ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ട ചുമതല സ്വാഭാവികമായും ഉണ്ടാവാം. അത് തന്നെയല്ല പാർട്ടി DC മനുവിനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തല്ലോ ജില്ലാ സെക്രട്ടറി. ഞാൻ ചോദിക്കുന്നത്, ശരിയാണ്, ഇതുവരെയുള്ള കാര്യങ്ങളാണ് വളരെ കൃത്യമായി സുനിൽ ചൂണ്ടിക്കാണിച്ചത്. സുനിൽ, ഈ മനു ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ സംഗതി ഉണ്ടല്ലോ, അത് കണ്ണൂർ CPIനകത്ത് എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ ശേഷിയുള്ള, എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാൻ ശേഷിയുള്ളതാണോ, അതോ അതിനപ്പുറം മനു ഉന്നയിക്കുന്ന ഈ പ്രശ്നങ്ങൾ, P. ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, പരാതികൾ, ഇതെല്ലാം പാർട്ടി അടച്ചു കഴിഞ്ഞ അധ്യായമാണോ? അതിലേക്ക് തിരിച്ചു പോകാൻ CPMനെ ഉദ്ദേശിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്വാഭാവികമായും ഈ വിഷയം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അത് പാർട്ടിക്കാർക്കിടയിലും അണികൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. വിശദത്തിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള യുദ്ധം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് P. ജയരാജനെ അനുകൂലിക്കുന്ന ഒരു സംഘം അതിശക്തമായ രീതിയിൽ മനു തോമസിനെ എതിരെ വലിയ സോഷ്യൽ മീഡിയ അറ്റാക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എന്നാൽ മനു തോമസിനെ അനുകൂലിച്ചുകൊണ്ട് CPMലെ തന്നെ ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തുന്ന കാഴ്ചയും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴും
ഈ മനു തോമസിനെ കുറിച്ച് പറഞ്ഞാൽ, മനു തോമസ് എസ് എൻ കോളേജിൽ, കണ്ണൂർ എസ് എൻ കോളേജിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആസ്ഥാനത്ത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ നേതാവാണ്. അവിടെ നിന്ന് അദ്ദേഹം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനാവുന്നു. ഒപ്പം SFIയുടെ ജില്ലാ നേതൃത്വത്തിലേക്ക് വരുന്നു, DYFIയുടെ ജില്ലാ നേതൃത്വത്തിലെത്തുന്നു, അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെത്തുന്നു, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലെത്തുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു 2-2.5 പതിറ്റാണ്ട് കാലമായി CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുമായി കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ജില്ലാ സെന്ററിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് തഴക്കവും പഴക്കവും അനുഭവങ്ങളുമുള്ള ഒരു നേതാവാണ് മനു തോമസ്. മനു തോമസിനെ പൂർണ്ണമായും അങ്ങനെ തള്ളിക്കളയാൻ CPM നേതൃത്വത്തിന് കഴിയില്ല. പക്ഷേ മനു പാർട്ടിയിലില്ല. അങ്ങനെയൊക്കെ ആവുമ്പോഴും മനു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് CPMന് സ്വാഭാവികമായി മറുപടി പറയണം. അത് പരസ്യമായി അതിനെ തള്ളി പറയുമ്പോൾ കൂടിയും അണികളോടുള്ളൊരു മറുപടി പറയേണ്ട ബാധ്യത കൂടി CPMനുണ്ട്. മാത്രമല്ല, ഓരോ സംഭവങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് മനു തോമസ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത്. ആ ആരോപണങ്ങളൊക്കെ പാർട്ടി ഉൾപാർട്ടി ചർച്ചകളെങ്കിലും ആ വിഷയം പാർട്ടി സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ടി വരും. സ്വതവേ ദുർബലമായ ഒരു രാഷ്ട്രീയ പരിസരത്ത് നിൽക്കുന്ന പാർട്ടിക്ക് ഇക്കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ടി വരും. അതത്ര എളുപ്പമായിരിക്കുമെന്ന ചോദ്യം കൂടിയുണ്ട്. അതാണ് സുനിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഗതി. ഞാനൊന്ന് പറയാം. KC ഉമേഷ് ബാബു നമ്മുടെ കൂടെ. KC ഉമേഷ് ബാബു, കണ്ണൂരിലെ പാർട്ടിക്കകത്ത് ഇപ്പോൾ നടക്കുന്നത് ശരിയും തെറ്റും തമ്മിലുള്ള ഒരു യുദ്ധം, ഒരു പോരാട്ടം എന്ന നിലയ്ക്കാണോ താങ്കൾ കാണുന്നത്? അതോ അതിനപ്പുറം കേവലമായ ഒരു ചേരിപ്പോരാണോ ഇത്? അല്ല, ഞാൻ ഇതൊന്നും അല്ല കാണുന്നത്. ഞാൻ കാണുന്നത് കേരളത്തിലെ രാഷ്ട്രീയ രംഗം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നതാണ് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ എത്ര നിസ്സഹായരായിട്ടാണ് ഈ കാര്യങ്ങളെ നേരിടാൻ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ കാണുന്ന രണ്ടാമത്തെ കാര്യം. കാരണം ഈ മനു തോമസ് ഇപ്പോൾ ഇതൊരു പുതിയ പ്രശ്നമല്ല. സുനിൽ കണ്ണൂരിൽ ഒരുപാട് കാലമായിട്ട് പത്രപ്രവർത്തനം നടത്തുന്ന സീനിയർ പത്രക്കാരനായിട്ടുള്ള നമ്മുടെ സുനിൽ ഐസക് ഇതിന്റെ വിശദാംശങ്ങൾ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വർഷങ്ങളായിട്ട് പുകയുന്ന ഒരു പ്രശ്നമാണ് CPMനകത്ത്. എന്താ ഈ പ്രശ്നം? കൊട്ടേഷൻ സംഘങ്ങളെയും സ്വർണം കള്ളക്കടത്തുകാരെയും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളെയും ഉപയോഗിച്ചിട്ട് പാർട്ടി നേതാക്കന്മാർ പണം ഉണ്ടാക്കുന്നു എന്നാണ് ഈ ആരോപണത്തിന്റെ കാതൽ. ഇത് ഒരു പാർട്ടിയുടെ പ്രശ്നമാണോ അതിലെ നേതാക്കന്മാർക്കിടയിലെ ചേരിപ്പോരാണോ എന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ ഇതൊന്നുമല്ല എന്ന് ഞാൻ പറയാം. ഇത് കേരളത്തിലെ മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കേണ്ട പ്രശ്നമാണ്. നമ്മുടെ ജനാധിപത്യ ബോധത്തെ, നമ്മുടെ ഈ ബഹുകക്ഷി രാഷ്ട്രീയ പ്രവർത്തന സംവിധാനങ്ങളെ മുഴുവൻ തീ കൊളുത്തേണ്ട ഒരു പ്രശ്നമല്ലേ ഇത്? നമ്മുടെ മാധ്യമങ്ങൾ പോലും എന്താ ഇതങ്ങനെ കാണാത്തത്? ഇപ്പൊ നമ്മള് നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടുള്ള, ഒരിക്കലും ഇതിൽ ഉൾപ്പെട്ടു എന്ന് അവരാരോപിക്കുന്ന ആളുകൾ ഇന്നു വരെ മറുപടി പറയാത്ത, ഒരു തരത്തിലുള്ള ഈ പറയുന്ന കേന്ദ്ര അന്വേഷണവും മുന്നോട്ട് പോകാത്ത സ്വർണം കടത്തുണ്ട്. അതിലെ പ്രതിസ്ഥാനത്തും ആരോപിതരായിട്ടുള്ള ആളുകൾ CPMന്റെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി അക്കാര്യത്തിൽ ദീർഘകാലം ജയിലിൽ കിടന്നത് നമ്മുടെ മാധ്യമ പ്രവർത്തകരെങ്കിലും മറക്കരുത്. അതിന്റെ ഒരു ഘടകമാണ് CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി. അതിലൊരു സംസ്ഥാന കമ്മിറ്റി അംഗം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അതിന്റെ ജില്ലാ കമ്മിറ്റിയിൽ ദീർഘകാലം പ്രവർത്തിച്ച മനു തോമസ് എന്ന് പറയുന്ന ഒരു യുവ നേതാവ് പാർട്ടിക്കകത്ത് ആരോപണം എഴുതി കൊടുക്കുക. അതാണ് അതിനകത്തൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു ആരോപണം ഒരാൾക്കെതിരായിട്ട് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു അധാർമിക കൃത്യത്തിനെതിരായിട്ട് ഒരു ക്രിമിനൽ പ്രവർത്തനം, അതും കൂടി കാണണം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ. ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ഇത് നിയമപരമായിട്ട് നേരിടപ്പെടേണ്ട ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരു കാര്യത്തിനെതിരായിട്ട് ഒരാൾ പരാതി എഴുതി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മനു തോമസ് കുറച്ച് മണിക്കൂർ മുമ്പ് വരെ പിൻവാങ്ങിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കേണ്ട കുറെ ആരോപണങ്ങളാണിത്. അതാണ് പ്രശ്നം. പക്ഷെ എന്താ കണ്ണൂരിലൊക്കെ സംഭവിക്കുന്നത്, അല്ലെ കേരളത്തിൽ സംഭവിക്കുന്ന പൊതുപ്രശ്നം എന്താണ്? ഇതിന്റെ പിറകെ പോകാനോ അന്വേഷിക്കാനോ നമ്മുടെ മാധ്യമ ലോകം തയ്യാറല്ല. ഇതിന്റെ ഉപരിതലത്തിലെ പ്രശ്നങ്ങളുണ്ട്. രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള ചക്കളത്തിപ്പോര്, അല്ലെങ്കിൽ ഈ പറയുന്ന BJPക്കാരും CPMകാരും തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും CPMകാരും തമ്മിൽ, ഇതൊന്നും അല്ലല്ലോ ഈ പ്രശ്നം. ഇപ്പൊ ഞാൻ ഓർക്കുന്നത്, ഇപ്പൊ നിക്സൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് രാജിവെച്ചു പോയ സംഭവത്തിന് പിറകിൽ എന്താണ് നടന്നത്? ചെറിയ കാര്യം, വലിയ കാര്യമൊന്നുമല്ല.
ഒരു വേറെ പാർട്ടിക്ക് മേലെ ഒരു ചാരവൃത്തി നടത്താൻ ശ്രമിച്ച കാര്യമാണ്. പക്ഷേ വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന പത്രം എടുത്തിട്ടുള്ള ഒരു നിലപാടും അതിലെ സാഹസികരായ 2 പത്രപ്രവർത്തകരും ചേർന്നിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ വെളിയിൽ കൊണ്ടുവരികയും നിക്സൺ എന്ന് പറയുന്ന സർവാധികാരിയായിട്ട് ഭാവിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? അത് മാത്രമല്ല, ഇന്ത്യയിലെ ഉദാഹരണമില്ലേ, ബോഫോഴ്സ് അഴിമതി എന്ന് പറയുന്ന ആരാ കൊണ്ടുവന്നത്? ഏതെങ്കിലും പാർട്ടിക്കാരാണോ? ഏതെങ്കിലും പോലീസുകാരാണോ? ഏതെങ്കിലും അന്വേഷണ സംവിധാനമാണ്? സാഹസികരായിട്ടുള്ള പത്രക്കാരാണ്, അത് പത്രക്കാരിയാണ് കൊണ്ടുവന്നത്. അവരാണ് ഇതിന്റെ പിറകെ നടന്നിട്ട് ഈ അഴിമതിയുടെ വിശദാംശങ്ങൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്നത്. കേരളത്തിന്റെ ഒരു ദൗർഭാഗ്യമാണ് ഞാൻ പറയുന്നത്. വർഷങ്ങളായിട്ട് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ കേരളത്തിലെ നിങ്ങൾ നോക്കൂ, ഇതൊക്കെ എന്തു കാര്യമാണ് നമ്മൾ ഇത്ര ലളിത മനോഹരമായിട്ട് ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങള്. അത്ര ലളിത മനോഹരമായ കാര്യം ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണ്. അത് മാത്രമല്ല, ഇതിന്റെ നേരത്തെ സുജിത് ഐസക് പറയുന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. ഒരാള് സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണെന്നുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾ, അധോലോക സംഘങ്ങൾ, ക്രിമിനൽ സംഘങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ കുറിച്ച് പരാതി കൊടുത്തിട്ട് മാസങ്ങൾക്കകം അയാളെ സംസ്ഥാന യുവജന കമ്മീഷൻ അംഗമായി ചെയർമാനായിട്ട് നിയമിക്കുന്നു. അയാൾ സർക്കാർ ശമ്പളം വാങ്ങിച്ചിട്ട് സർക്കാർ കാറിൽ ഈ പറയുന്ന കമ്മീഷന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ട് സർവ്വ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കേരളം ഉണ്ടായിരിക്കുന്നു. ഇതിനെയാണ് ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇത് കേരളം ഒരു ബനാന റിപ്പബ്ലിക് ആയിട്ടുണ്ടെന്ന് ആവർത്തിച്ച്, കേൾക്കാൻ എത്ര ആളുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ബനാന റിപ്പബ്ലിക്കിന്റെ പ്രശ്നമാണ് ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് CPM-ലെ പടലപ്പിളക്കത്തിന്റെ പ്രശ്നമല്ലല്ലോ ഇത്. നമ്മുടെ കൺമുമ്പിൽ ജനാധിപത്യ വ്യവസ്ഥയും സർവ്വ നിയമങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് ഒരു പാർട്ടിയുടെ നേതാവ് താഴെത്തട്ടിലുള്ള മുതൽ മുകളിലെ തട്ടിലെ നേതാക്കന്മാർ വരെ സ്വർണം കടത്തുകയും സ്വർണം പൊട്ടിക്കുകയും പണം ഉണ്ടാക്കുകയും ഗൾഫിൽ ബിസിനസ് സംഘടിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന എന്തുമാത്രം ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നമാണിത്. ഓക്കെ, ആ നിലയ്ക്ക് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്ന നിരാശയാണ് താങ്കളുടെ തുടക്കത്തിൽ പങ്കുവെക്കുന്നത്. ആ പ്രശ്നത്തെ എന്റെ നിരാശയല്ല, ഇത് കേരളത്തിന്റെ പ്രശ്നമാണ്, നിരാശയല്ല പ്രശ്നം. ഇത് ഞാൻ ഒറ്റ കാര്യം എന്റെ പ്രിയ സ്നേഹിത നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇതൊരു ബനാന റിപ്പബ്ലിക് ആയി തീരുകയല്ലേ ചെയ്യുന്നത് കേരളം? ഇത് നിയമവാഴ്ച പുലരുന്നൊരു സ്ഥലമാണോ? ഇങ്ങനെയാണോ നിയമവാഴ്ച പുലരുക? ഇത് സുമോട്ടോ പോലീസ് സംവിധാനം ഏകപക്ഷീയമായിട്ട് സ്വമേധയാ കേസെടുക്കേണ്ട വിഷയമല്ലേ ഇത്? ഇതൊരു ക്രിമിനൽ പ്രവർത്തനല്ലേ? അപ്പോൾ ഒരു കേവലമായ പാർട്ടി ചേരിപ്പോര എന്ന നിലയ്ക്ക് ഇതിനെ പരിമിതപ്പെടുത്താൻ പാടില്ല, അതിനപ്പുറത്തേക്ക് ആഴം ഈ വിഷയത്തിന് ഉണ്ടെന്നാണ്. ഞാനൊന്ന് വരാമേ, CM ജയചന്ദ്രൻ, നോക്കൂ, ഈ മനു തോമസിനെ പോലെ ഒരു കോമ്രേഡ്, സാധാരണ നിലയ്ക്ക് അയാൾക്ക് പാർട്ടിയുമായിട്ട് ഒരു പ്രശ്നവുമില്ല. അയാളുടെ ആകെയുള്ള പ്രശ്നം അയാൾ ഉന്നയിച്ച ഒരു പരാതിക്കകത്ത് ശരിയാവണ്ണമുള്ള നടപടിയോ പ്രതികരണമോ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമാണ്. എന്നിട്ട് പോലും അയാൾ പാർട്ടിയുമായി ബഹളത്തിന് പോകാതെ നിർജീവമാവുകയാണ് ചെയ്തത്. പിന്നീട് അയാളെ നീക്കുമ്പോഴാണ് പിന്നീട് മാധ്യമങ്ങൾ പ്രതികരണം ചോദിക്കുമ്പോഴേക്കാണ് ഈ വിഷയം വലുതാവുന്നത്. അല്ലാതെ മനു തോമസിന് പാർട്ടിയെ ദ്രോഹിക്കണം, നേതാക്കളെ അവമതിക്കണം എന്ന വേറെ ഒരു തരത്തിലുള്ള ഇൻറ്റൻഷനും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ വിവാദത്തിൻ്റെ കാതൽ എന്താണ്? മനു തോമസിന് പാർട്ടിയെ ദ്രോഹിക്കണമെന്ന് വല്ല ഉദ്ദേശമുണ്ടോ? ഇല്ല, സാധാരണ നിലയ്ക്കില്ല. അപ്പോൾ അയാൾ ഉന്നയിക്കുന്ന പരാതി പരിഗണിക്കപ്പെട്ടില്ല എന്നതല്ലേ വസ്തുത? നിഷാദ, ഇന്നലെ ശ്രീ MV ജയരാജൻ, CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളെ കണ്ടിരുന്നല്ലോ. എന്താണ് മനു തോമസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ഉള്ളടക്കം എന്നുള്ളത് സംബന്ധിച്ച് വിശദമായി അദ്ദേഹം അവിടെ പറയുകയും ചെയ്തു. അപ്പോൾ എന്താണ് CPIM എന്ന രാഷ്ട്രീയ കക്ഷിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് ഇക്കാര്യത്തിലുള്ളത്, അതും ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനുവിനെ പറ്റി, അതാണ് അദ്ദേഹം വിശദീകരിച്ചത്. അവിടെ അദ്ദേഹം പറയുന്നത് നമുക്ക് വളരെ സാധാരണമായി എളുപ്പത്തിൽ മനസ്സിലാക്കുന്നത് പോലെ പാർട്ടി ലെവി അടച്ചില്ല, പാർട്ടി ലെവി അടയ്ക്കാതെ സ്വയം മെമ്പർഷിപ്പിൽ നിന്ന്, പാർട്ടി അംഗത്വത്തിൽ നിന്ന് സ്വയം റദ്ദാക്കാൻ ഉള്ള നടപടി സ്വീകരിക്കുകയായിരുന്നു മനു ചെയ്തത്. ആ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഘടകത്തിലും അദ്ദേഹത്തിന് ഇവിടെ തുടരാനും കഴിയില്ല. ആ നില പാർട്ടി ഉണ്ടാക്കിയതല്ല, മനു സ്വയം തീരുമാനിച്ച് അങ്ങനെ സംഭവിച്ചതാണ്. അങ്ങനെയാണ് അത് ഉണ്ടായതെന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 10-15 മാസമായിട്ട് അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി, അദ്ദേഹത്തിൻ്റെ നില അങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നും MV ജയരാജൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങളൊന്നും, ഇപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊന്നും ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ജയരാജനോട് മാധ്യമപ്രവർത്തകർ ആരും
ഇന്നലെ സുനിൽ ഐസക് സ്വാഭാവികമായും അവിടെ ഉണ്ടായിരുന്നിരിക്കാമല്ലോ, അദ്ദേഹം തീർച്ചയായും അവിടെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അത്തരം ചോദ്യങ്ങളൊന്നും ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ചോദ്യം അവിടെ ഉയർന്നിട്ടുമില്ല. ഇന്നാണ് പി ജയരാജൻ, പിന്നെ മനു തോമസ് അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് വേറൊരു പിന്നെ ഈ എന്താണ് കുറേ വസ്തുതകളിലേക്ക് എന്ന് പറഞ്ഞ് ഒരു പക്ഷം, മറുപക്ഷം അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് CPM-നുള്ളിൽ തന്നെ വരുന്നു എന്നാണല്ലോ താങ്കൾ പറഞ്ഞതും. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ 2022 മുതൽ തുടങ്ങിയ ഒരു ഇഷ്യൂ ആണെന്നും അത് ഈ പിന്നെ കുറച്ച് മാസങ്ങൾ 2022 ഒടുവിലാണെന്നാണ് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത്. അതിനുശേഷം പിന്നീട് ഈ പറയുന്ന മനു നിഷ്ക്രിയമായി, നിർജ്ജീവമായി, പാർട്ടി പ്രവർത്തനത്തിലും പങ്കെടുക്കാതെയായി. അപ്പോൾ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ ഇതിൽ ഇന്ന് പിന്നെ ഡെവലപ്പ് ചെയ്തു വന്ന വിഷയങ്ങളിൽ ചില വിഷയങ്ങൾ മനു തോമസ് രേഖാമൂലം ഉന്നയിച്ചിരുന്നു. പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് മാത്രമല്ല, ഞാൻ എൻ്റെ അന്വേഷണത്തിൽ അറിഞ്ഞത് അത് സ്റ്റേറ്റ് കമ്മിറ്റിക്കും കൊടുത്തിരുന്നു എന്നാണ്. അപ്പോൾ അത് ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് സംബന്ധിച്ച് ഉണ്ടായിരുന്നെന്നും ജില്ലാ കമ്മിറ്റി അത് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൈമാറുകയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അതേക്കുറിച്ച് അന്വേഷിച്ച് ഒരു നിഗമനത്തിലെത്തുകയും ചെയ്തിരുന്നു നേരത്തെ തന്നെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ അന്വേഷണത്തിൽ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് മനു തോമസിന് അറിയാമായിരുന്നു, പാർട്ടി എന്താണ് നിലപാടെടുത്തിട്ടുള്ളതെന്നുള്ളത് അറിയാമായിരുന്നു. ഈ പറയുന്ന ഇന്നിപ്പോൾ ഉയർന്നു വരുന്ന വിവിധ വിഷയങ്ങളുണ്ടല്ലോ, മനു തോമസ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വിവിധ വിഷയങ്ങൾ, ഈ വിഷയങ്ങളൊന്നും തന്നെ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ നിർജ്ജീവമായ കാലയളവിൽ ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഏതെങ്കിലും പാർട്ടി വേദികൾ ഉന്നയിച്ചിട്ടുള്ളതായി അദ്ദേഹം പോലും പറഞ്ഞിട്ടില്ല ഇതുവരെയും. അദ്ദേഹത്തിനുള്ള പ്രധാനപ്പെട്ട അവസരങ്ങൾ എന്ന് പറയുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗങ്ങളാണ്. അദ്ദേഹം കത്തെഴുതി, അത് വസ്തുതയാണ്, അതാരും നിഷേധിക്കുന്നില്ല. ജില്ലാ സെക്രട്ടറി അത് അംഗീകരിച്ചിട്ടുണ്ട്, കത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം, അതാരും പാർട്ടി കേന്ദ്രങ്ങളൊന്നും നിഷേധിക്കുന്നുമില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് ആ പ്രശ്നത്തിന്, ഉന്നയിക്കപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള വിവിധ കേസുകളുണ്ടല്ലോ, ഷാജിറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം, അതിൽ പിന്നെ അർജുനായങ്കിയൊക്കെ ഉൾപ്പെടെയുള്ള പിന്നെ ചില ആൾക്കാരൊക്കെ ഉൾപ്പെട്ട കേസുകളൊക്കെ ഉണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ അതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഒരു പിന്നെ ആളുടെ വീഡിയോ ക്ലിപ്പ് പോലും ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് എന്ന് പറയുന്നത്. വീഡിയോ ക്ലിപ്പാണോ വോയിസ് ക്ലിപ്പാണ് മനുവിൻ്റെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ഇയാളുടെയാണ്, ഏതാണ് മറ്റേ വേറൊരാളുണ്ടല്ലോ, ഈ അർജുനായങ്കിയെ കൂടാതെ ഒരാളുണ്ടല്ലോ, നിഷാദ്, ഒരു കക്ഷിയുണ്ടല്ലോ, ആകാശ് തെല്ലങ്കേരി, ആകാശ് തെല്ലങ്കേരിയുടേതായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ഇയാളുടെ ഉള്ളത്, മനു തോമസിൻ്റെ ഉള്ളതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ അത് പുറത്തു വന്നിട്ടില്ല. അത് അയാളുടെയാണ് പറയുന്നത്, ഷാജറിനെ പറ്റിയാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അതെനിക്ക് അതിനെ സംബന്ധിച്ച ഒരു താങ്കളും ഇതുവരെ നടന്ന സംഭവങ്ങളെ കുറിച്ച് പറയണം. ഞാൻ ചോദിക്കുന്നതല്ലേ, മനു തോമസ് ഒരു പരാതി കൊടുക്കുന്നു, ആ പരാതിന്മേൽ ഇൻവെസ്റ്റിഗേഷൻ വായിക്കുന്നു, വീണ്ടും അദ്ദേഹം പ്രഷർ ചെയ്യുന്നു, ഒടുവിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നു. എന്നിട്ട് എന്താണ് ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത വേണം എന്ന ഒരു അടിക്കുറിപ്പോടെ ഇത് അവസാനിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ ജാഗ്രത കുറവ് എവിടെ ഉണ്ടായി എന്ന് പാർട്ടി സമ്മതിക്കുകയും ജാഗ്രത വേണമെന്ന ലഘുവായ ഒരു പരാമർശത്തിൽ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. മനു ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്? അപ്പോൾ അതിനകത്തൊരു എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷവും കണ്ടെത്തിയതിന് ശേഷവും ഷാജറിനെ പ്രധാനപ്പെട്ട പദവിയിൽ അവരോധിച്ച് റിവാർഡ് ചെയ്യുന്നു. അത് ശരിയായ സംസ്കാരമാണോ എന്ന ചോദ്യമുണ്ടല്ലോ. അതാണ്, അതുകൊണ്ട് KC ഉമേഷ് ബാബു പറയുന്നു അതെന്ത് ബനാന റിപ്പബ്ലിക്കാണെന്ന്. ആ ചോദ്യം ആൻസർ ചെയ്യപ്പെടേണ്ടതല്ലേ? ഇനിയിപ്പോൾ കേവല വ്യക്തിവിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദുരാരോപണം ഉന്നയിച്ചതാണ് മനു തോമസ് എങ്കിൽ മനു തോമസിനെ അതിൻ്റെ പേരിൽ സെൻസർ ചെയ്യാം, ശാസിക്കാം. നിങ്ങളുടെ വ്യക്തിവിരോധം തീർക്കാൻ പാർട്ടിയിലെ ആളുകളെ അവമതിക്കരുത് എന്ന് വേണമെങ്കിൽ ശകാരിക്കാം. ആ ശകാരവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഇക്കാലമത്രവും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാതെ നിലനിർത്തുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പാർട്ടിക്കറിയാം. മനുവിൻ്റെ പരാതി എന്താണെന്നും പരാതിയുടെ കഴമ്പെന്താണെന്നും പാർട്ടിക്കറിയാം. അവിടെയും ഇവിടെയും തൊടാതെ ഇത് ഇങ്ങനെ കൊണ്ടുപോകാനാണ് ആ പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്നല്ലേ സാമാന്യേന നമുക്ക് പുറത്തു നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. അത് CPM-നെ കുറിച്ചല്ലല്ലോ നിഷാദെ പറയേണ്ടത്. അവിടെയും എവിടെയും തൊടാതെ ഇങ്ങനെ ഈ പ്രശ്നം കൊണ്ടുപോകാൻ യത്നിച്ചത്, ഇത്രയും കാലം യത്നിച്ചത് ആരായിരുന്നു? ആ ആളുടെ പേര് മനു തോമസ് എന്നല്ലേ? അതെന്താണ് താങ്കൾ പറയാത്തത്? അവിടെയും ഇവിടെയും തൊടാതെ ഈ പ്രശ്നം കൊണ്ടുപോകാൻ യത്നിച്ചത് മുഴുവനും ഈ മനു. ഞാൻ ചോദിക്കുന്നത്, മനു തോമസ് ഒരു പരാതി കൊടുക്കുന്നു, ആ പരാതിന്മേൽ ജാഗ്രത വേണമെന്ന് പാർട്ടി പറയുന്നു. ഏത് ആരോപണ വിധേയനോട് പറയുന്നു ജാഗ്രത വേണം, എന്നിട്ട് ആരോപണ വിധേയനെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് കൊണ്ടുവരുന്നു. എന്ന് വെച്ചാൽ ഈ ജാഗ്രത വേണമെന്ന് പറഞ്ഞ ആ ഇഷ്യൂവിനെ പാർട്ടി എങ്ങനെയാണ് എടുത്തത് എന്ന ചോദ്യമുണ്ട്. അല്ല, ഞാനത് പറഞ്ഞു വരികയാണല്ലോ, ഞാനത് പറയുകയാണല്ലോ.
ഇപ്പോൾ ഇത് ഷാജിറിനെ പിന്നെ ഒരു പ്രധാനപ്പെട്ട ചുമതലയിൽ അവരോധിക്കുമ്പോൾ ആ വ്യക്തി എവിടെയാണോ പാർട്ടി സംഘടനയിൽ ഏത് ഘടകത്തിലാണോ ഉൾപ്പെടുന്നത് ആ ഘടകത്തിൻ്റെ ഉൾപ്പെടെ ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള ക്രെഡൻഷ്യൽസ് മുഴുവൻ റിപ്പോർട്ടായിട്ട് വാങ്ങിയിട്ടാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അത്തരം ഒരു കാര്യത്തിലേക്ക് കടക്കുക. അത് CPIM-ന്റെ സംഘടനാ രീതി അങ്ങനെയാണ്. ആ പാർട്ടിയുടെ സംഘടനാ രീതി അറിയുന്ന ആർക്കും അത് എളുപ്പം മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഷാജിറിൻ്റെതടക്കമുള്ള കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് ഞാനീ പറഞ്ഞതുപോലെ ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടത് കണ്ണൂർ CPIM ജില്ലാ കമ്മിറ്റിയാണ്. അവരത് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെയാണ് കമ്മീഷന്റെ അധ്യക്ഷനായി, യുവജന കമ്മീഷൻ അധ്യക്ഷനായി ഷാജിർ വരുന്നത്. അത് അക്കാര്യത്തിൽ പാർട്ടിക്ക് പിന്നെ തെറ്റ് പറ്റിയില്ലേ, അല്ലെങ്കിൽ പാർട്ടി ബോധപൂർവം ഒരു തെറ്റുകാരനെ ഇത്തരം ഒരു പോസ്റ്റിലേക്ക് വെക്കുകയല്ലേ എന്നുള്ള ചോദ്യത്തിന് ആ ചോദ്യം മനു തോമസിന് ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ചോദിക്കേണ്ടിയിരുന്ന സ്വന്തം ഘടകമായി ജില്ലാ കമ്മിറ്റിയിലായിരുന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ആ ജില്ലാ കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നതേ ഇല്ല, ഒരു യോഗത്തിലും ഉന്നയിക്കുന്നില്ല. അദ്ദേഹം എന്താണ് പിണങ്ങി മാറി നിൽക്കുന്നത് പോലെ അദ്ദേഹം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഈ പാനലൊന്ന് പൂർത്തിയാക്കിയിട്ടൊന്ന് വേഗം തിരിച്ചു വരാം. ജയചന്ദ്രൻ, അല്ല സുരജിൽ മാക്കുറ്റി, നിങ്ങൾ കണ്ണൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാവും പ്രതിപക്ഷത്തെ യുവ നേതാവുമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കണ്ണൂരിലെ CPIM-നകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന്? ഗുരുതരമായ കാര്യങ്ങൾ നടക്കുന്നു എന്നാണ് ശ്രീ ഉമേഷ് ബാബു ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ, എക്സ്പോസ് ചെയ്യാൻ, അതിനെതിരെ ഒരു പ്രക്ഷോഭം കൊണ്ടുവരാൻ ഒക്കെയുള്ള കവിഞ്ഞ ഉത്തരവാദിത്വമുള്ള ഒരു സംഘമാണല്ലോ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ? ശ്രീ നിഷാദ്, യഥാർത്ഥത്തിൽ ഇത് ഇന്ന് തുടങ്ങിയ വിഷയമൊന്നുമല്ലല്ലോ. ഈ വിഷയത്തിനകത്ത് കണ്ണൂരിലെ CPM-ന്റെ നേതൃത്വവും DYFI-യുടെ ഒരു വിഭാഗം നേതൃത്വവുമെല്ലാം ഇത്തരത്തിലുള്ള കൊട്ടേഷൻ മാഫിയ, സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ കുറച്ച് കാലങ്ങളായി പറയുകയും അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളുമായിരുന്നു. ഈ മനു തോമസിന്റെ ഈ വെളിപ്പെടുത്തൽ മുമ്പ് തന്നെ ഈ കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കെതിരായി, അതിനകത്ത് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാരിയറായി പ്രവർത്തിച്ച DYFI-യുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഷാജിറിനെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായ സമയത്ത് കണ്ണൂർ കലക്ട്രേറ്റിനുൾപ്പെടെ ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലെല്ലാം അന്വേഷിക്കേണ്ടതാരാ? കേരളത്തിലെ പോലീസാണ്. ആരാണ് പോലീസിനെ കൈകാര്യം ചെയ്യുന്നത്? പിണറായി വിജയന്റെ പോലീസാണ്. അത് എത്രത്തോളം അന്വേഷിക്കുന്നതിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് ആ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. പക്ഷേ വളരെ ഗുരുതരമായൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കൊട്ടേഷൻ സംഘങ്ങൾ, ഈ അർജുനായങ്കിമാരും അതോടൊപ്പം തന്നെ തില്ലങ്കേരിമാരുമായിട്ടുള്ള കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിക്കുന്നവരാണ്. അവരെ ഉപയോഗിച്ച് വാട്ടുപാട്ട് നടത്തുന്ന ആരാണ് എന്ന് വളരെ കൃത്യമായി ഇന്ന് ബോധ്യപ്പെടുകയാണ്. ഇന്നിപ്പോൾ P. ജയരാജൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ CPM-ന് വിശുദ്ധ പശുവാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന്. പക്ഷേ ആ വിശുദ്ധ പശു എന്നറിയപ്പെടുന്ന ഈ P. ജയരാജന്റെ ആ മുഖം മൂടി ഇന്ന് അഴിഞ്ഞു വീണിരിക്കുകയാണ്. മനു തോമസ് ഉന്നയിച്ചിട്ടുള്ള ആരോപണം, മനു തോമസ് ആ പാർട്ടിക്കകത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ മാഫിയ പ്രവർത്തനം നടത്തിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചോ അല്ല പുറത്തു പോയത്. താൻ കൊടുത്ത ഒരു പരാതി, ആ പരാതി എന്താണ് ഇവിടെ ശ്രീ AC ഉമേഷ് ബാബു സൂചിപ്പിച്ചതുപോലെ, ശ്രീ സുനിൽ ഐസക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായ ഒരു പരാതിയാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് നേതൃത്വം കൊടുക്കാൻ DYFI-യുടെ ജില്ലാ സെക്രട്ടറിയായി തന്റെ സഹപ്രവർത്തകർ നേതൃത്വം കൊടുക്കുന്നു. DYFI-യുടെ ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിലേക്ക് പുളിങ്ങോത്ത് നിന്ന് വരുന്ന സ്വർണത്തിന്റെ പങ്ക് വന്നുചേരുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ആ പരാതി കൊടുത്തത്. ആ പരാതിക്കകത്ത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഈ ആകാശ് തില്ലങ്കേരി അർജുനായങ്കയും നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് P. ജയരാജന്റെ ഏറ്റവും വിശ്വസ്തനായി പ്രവർത്തിച്ച ഒരു ഘട്ടത്തിൽ പ്രവർത്തിച്ച ഷാജിർ ആണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. ആ ഷാജിറുമായി ബന്ധപ്പെട്ട പരാതി അവിടെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഷാജിറിന്റെ പിറകിൽ നിൽക്കുന്നത് P. ജയരാജനാണ്. P. ജയരാജനാണ് ഇതിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത് എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ P. ജയരാജന് ഒരു പ്രത്യേകിച്ച് ഒരു ആലങ്കാരികമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്ത ഒരു പട്ടമുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ത്യാഗിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പട്ടമുണ്ട്. ആ പട്ടത്തിനപ്പുറം യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ക്രിമിനൽ ആണ് എന്നും അയാൾ അത് ഈ പാർട്ടിയെ വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വത്ത് സമ്പാദനവും അതോടൊപ്പം തന്നെ കൊട്ടേഷൻ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം നേടിയെടുത്ത പണങ്ങളെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ കാര്യങ്ങളാണല്ലോ ഇപ്പം മനു തോമസ് എന്ന് പറയുന്ന DYFI-യുടെ നേതാവ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. P. ജയരാജന്റെ മകൻ ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ കരുതിയത് P. ജയരാജന്റെ മക്കളും കോടിയേരിയുടെ മക്കളുമാണ് ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തുന്നതും അതോടൊപ്പം തന്നെ മാഫിയ സംഘം നേതൃത്വം കൊടുക്കുന്നതും പണമുണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ എൻ്റെ മകൻ കല്ല് ചുമക്കുന്നവനാണ്, എൻ്റെ മകൻ പണിയിൽ പണിയെടുക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന P. ജയരാജന്റെ മക്കൾ ദുബായിൽ പ്രത്യേകിച്ച് കോപ്പി മാഫിയ സംഘത്തിന്റെ, നമുക്കറിയാൻ സാധിക്കും കോപ്പി കച്ചവടം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, അതിന്റെ മാഫിയ തലവനായി നേതൃത്വം കൊടുക്കുന്നു. അച്ഛന്റെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട്
അച്ഛൻ എന്ന് പറയുന്ന പി ജയരാജന്റെ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നത് എന്നുള്ളത് മനു തോമസ് ഉന്നയിക്കുകയാണ്. ഇത് ചെറിയ വിഷയമാണോ? പി ജയരാജനെ പോലെ ഒരു നേതാവിനെതിരെ പറയുന്ന ഒരു കാര്യമാണ് മക്കളെ ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്നു, മക്കൾ അവിടെ ഇത്തരത്തിലുള്ള അസന്മാർഗമായ ബിസിനസ് സംരംഭങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു ആരോപണം. മറ്റൊരു ആരോപണം എന്താണ്? അദ്ദേഹം കോറി മാഫിയ സംഘത്തിന്റെ പിണിയാളുകളായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒരു ഏരിയ സെക്രട്ടറിയെ മാറ്റുന്നതിന് വേണ്ടി ആലക്കോട് ഏരിയയിലെ ഒരു കോറി മാഫിയയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള CPM-ന്റെ നേതൃത്വം ഒരു സമരം നടത്തി. ആ സമരം നേതൃത്വം കൊടുത്ത ഏരിയ സെക്രട്ടറിയെ മാറ്റുന്നതിന് വേണ്ടി പലകുറി ഇദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത്, ഇദ്ദേഹം ജില്ലാ സെക്രട്ടറി ആ സമയത്ത് ശ്രമിച്ചു എന്നത്, പക്ഷേ ശക്തമായ രൂപത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായി ആ സെക്രട്ടറിയെ മാറ്റാൻ സാധിച്ചില്ല. അവസാനം ഇദ്ദേഹം ഏരിയ സമ്മേളനം നടക്കുമ്പോൾ നേരിട്ടെത്തിയിട്ടാണ് അവിടുത്തെ ഏരിയ സെക്രട്ടറിയെ മാറ്റിയതെന്നും അവിടുത്തെ തന്നെ മുതിർന്ന നേതാവ് ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തു എന്നുള്ളതാണ്. അതിന്റെ പേരിൽ പി ജയരാജൻ സാമ്പത്തികം കൈപ്പറ്റി എന്നുള്ളത് കൃത്യമായ രൂപത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഈ കോറി മാഫിയ സംഘത്തിൽ നിന്ന് പണം വാങ്ങി റെസീറ്റ് ഇല്ലാതെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, കേവലം ചന്താരകത്തിന്റെ പേരിലല്ല പി ജയരാജനെ മാറ്റി നിർത്തിയിട്ടുണ്ടാവുക. ഈ അനധികൃതമായി പണം പറ്റിയതിന്റെ പേരിലാണോ ഈ പി ജയരാജനെ പാർട്ടിക്കകത്ത് നിന്ന് മാറ്റി നിർത്തിയത് പ്രതിച്ഛായ അതിന് വിള്ളൽ വീഴുന്നുള്ള ഒരു ഫാക്ടർ കൂടി അതിനകത്തുണ്ട്. അല്ല സുനിൽ, ഞാൻ ചോദിക്കുന്ന അതാണ്, പി ജയരാജനെ കുറിച്ച് CPIM-ന്റെ ആളുകൾ അവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രതിച്ഛായ ഉണ്ടല്ലോ, അതിനെന്താണ് സംഭവിക്കുന്നത് ഈ ദിവസങ്ങളിൽ? നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വീഴ്ച ഉണ്ടായതിനു ശേഷം പാർട്ടിയുടെ എന്താ പറയുന്നത് പ്രശ്നത്തെക്കുറിച്ച്, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തേണ്ടതിനെക്കുറിച്ച് ആദ്യം തുറന്നു പറഞ്ഞ നേതാക്കളിൽ ഒരാൾ പി ജയരാജനാണ്. ആ നിലയ്ക്ക് ഒരു അൺഹാപ്പിനെസ് അദ്ദേഹം പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് തുടക്കത്തിൽ. അതിനുശേഷം ഇപ്പോൾ പി ജയരാജനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മനു തോമസ് രംഗത്ത് വരുന്നു. ഞാൻ ചോദിക്കുന്നത്, ജയരാജനെ ഡിഫെൻഡ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ, സംരക്ഷിക്കാൻ പാർട്ടി ഒന്നായി ഇറങ്ങുക, പാർട്ടി അണികളും സിമ്പതൈസേഴ്സും ഒരുപോലെ ഇറങ്ങുക എന്നത് എന്തുമാത്രം സാധ്യതയുള്ള കാര്യമാണ്? അങ്ങനെ ഉണ്ടാവുമോ? നിഷാദ്, ഇത് നമുക്കിപ്പോഴും പറയുന്നു, ഇതൊരു കേവലമായ ആരോപണം മാത്രമാണ്. ആ അർത്ഥത്തിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും നമുക്കിതിനെ കാണാൻ കഴിയൂ. കാരണം സ്വാഭാവികമായും അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു നേതാവ് ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്. ആ ആരോപണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഇതുവരെ പുറത്തു പോയിട്ടില്ല. അതായത് പാർട്ടിക്കുള്ളിൽ മാത്രം വന്ന പരാതികളാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും പരാതികൾ വരികയോ അത് അന്വേഷിക്കുകയോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോയാൽ മാത്രമേ ഈ പരാതിയിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയാൻ കഴിയൂ. ഇത് പരസ്പരം ഉണ്ടാകുന്ന വാഗ്വാദങ്ങളുടെയോ അല്ലെങ്കിൽ വെറും തർക്കങ്ങളുടെയോ ഭാഗമായി മനു തോമസ് ഉന്നയിച്ച ഒരു കേവലമായ ഒരു പരാതി എന്ന് നമുക്കിതിനെ കരുതാനും കഴിയില്ല. കാരണം പാർട്ടി, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, ഏതാണ്ട് രണ്ടര പതിറ്റാണ്ട് കാലം കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ആളാണ് മനു തോമസ്. ഇപ്പോൾ ഏറ്റവും അടുത്ത മൂവ്മെന്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായും CPM നേതൃത്വത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്ന് അറിയുക എന്നുള്ളതാണ്. അതായത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ, അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അടക്കമുള്ളവർ മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങളെ ഏത് തരത്തിലാണ് പ്രതികരിക്കുക അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നതാണ് നമുക്ക് വരും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. ആ പ്രതിരോധം എത്രത്തോളം ശക്തമാണ് എന്നതിനെ അടിസ്ഥാനമാക്കി മാത്രമേ CPM ഈ വിഷയത്തിലെടുക്കുന്ന ഒരു പൊതു നിലപാട് എന്താണെന്ന് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയൂ. ഇന്നലെ MV ജയരാജൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഇത്തരം ഈ ചില ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങളുമായി, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി പാർട്ടിയിലെ ചില നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന മനു തോമസിന്റെ ആരോപണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലൊരു നേതാവിന് അല്ലെങ്കിൽ നേതാക്കൾക്ക് ഇത്തരം സംഘങ്ങളുമായി ബന്ധമില്ല, അത്തരം സംഘങ്ങളുമായി ബന്ധമുള്ള ആളുകൾ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നൊക്കെയാണ്. മാത്രമല്ല, മനു തോമസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാൻ MV ജയരാജൻ ഇന്നലെ തയ്യാറായിട്ടില്ല എന്നതും ഇതിനൊപ്പം ചേർത്ത് വായിക്കണം. അദ്ദേഹം പറഞ്ഞത്, മനു തോമസിന് ഇനി വേണമെങ്കിലും പാർട്ടിയിലേക്ക് തിരികെ വരാം, അതിനുള്ളൊരു അവസരം, അതിനുള്ളൊരു സാഹചര്യം ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് മാത്രമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ന് കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാവുന്നുണ്ട്. പാർട്ടിയുടെ ഉന്നതനായ ഒരു നേതാവ്, ഏതാണ്ട് 8-9 വർഷക്കാലം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി നിന്നിരുന്ന ഒരാൾ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, വലിയ മൈലേജുള്ള, വലിയ ഇമേജുള്ള ഒരു നേതാവ്, അദ്ദേഹത്തിനെതിരെയാണ് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ആ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആൾ ഉന്നയിക്കുന്നത്. അതിനെ പാർട്ടി ഏത് തരത്തിലാണ് പ്രതിരോധിക്കുക, ആ പ്രതിരോധത്തിൻ്റെ ആഴവും പരപ്പും എത്രത്തോളം ഉണ്ടാകും എന്നതിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഊഹത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയിലേക്ക് എത്താൻ കഴിയും. ശരി, അതാണ് സുനിലെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അല്ല, ഉമേഷ് ബാബു, നോക്കൂ, ഇവിടെ കണ്ണൂരിൽ പി ജയരാജന്റെ നേതൃത്വത്തിലാണ് ഇത് മുഴുവൻ നടക്കുന്നത് എന്നൊരു ആരോപണം ഒരു വശത്ത്. പക്ഷേ CPM അങ്ങനെ പി ജയരാജന്റെ ആ സംസ്കാരത്തെ പൂർണ്ണമായി ഓൺ ചെയ്യുന്നില്ല.
അദ്ദേഹത്തെ മുഖ്യധാരയിൽ നിന്ന് വിഡ്രോ ചെയ്യാനാണ് CPM ഈ സമീപകാലത്ത് ശ്രമിച്ചതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അനുയായികൾ, അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദം, ആർമി, അതിലെ പ്രധാനപ്പെട്ട ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ തള്ളിപ്പറയുക, ഇവർക്കെതിരായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുക, അവരെ മുഖ്യധാരയിൽ നിർത്തിക്കൊണ്ടുള്ള കളി അവസാനിപ്പിക്കുക, ഇതിനൊക്കെ CPM ഇനീഷ്യേറ്റീവ് എടുത്തില്ലേ? അപ്പോൾ കണ്ണൂരിൽ ഒരു വേറൊരു സംസ്കാരവും വേറൊരു ലൈനും CPM ആഗ്രഹിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയല്ലേ? അല്ല, ഇതിൽ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് ഏറ്റവും ചുരുങ്ങിയത്, ഞാനൊരു കണ്ണൂരുകാരനാണെന്നോ, എനിക്ക് ഇത്തരം ഈ പറയുന്ന ഇടപാടുമായിട്ട് ദീർഘകാല പതിറ്റാണ്ടുകളുടെ ബന്ധം ഉണ്ടായിരുന്നുവെന്നോ, ഇപ്പോഴും ചില തരത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്ന് സമ്മതിച്ചാൽ, അങ്ങനെ ഒരു വസ്തുത അംഗീകരിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യം ഞാൻ പറയാം. അത് പി ജയരാജൻ തീർച്ചയായിട്ടും ഈ പറയുന്ന ജയചന്ദ്രൻ എന്താ അറിയുന്നു, ജയചന്ദ്രൻ പറയുന്നൊന്നുമല്ല കാര്യം. ജയചന്ദ്രൻ മനു തോമസ് എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുക, ഇതൊക്കെ കണ്ണൂരിൽ കേൾക്കുന്ന ആൾക്ക് തമാശ തോന്നി. എന്തിനാ ജയചന്ദ്രൻ ഇങ്ങനെ സ്വയം പരിഹാസ്യനാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഈ മനു തോമസ് പാർട്ടിയുടെ തെറ്റുതിരുത്തൽ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ ഉന്നയിച്ച ഒരു ആരോപണമായിട്ടാണ് ആദ്യം വരുന്നത്. പിന്നെയാണ് ഇത് രേഖാമൂലമുള്ള പരാതിയായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജില്ലാ കമ്മിറ്റി ഒന്നും ചെയ്യാതിരുന്നപ്പോഴാണ്, ജില്ലാ കമ്മിറ്റി എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നതെന്ന് ഇന്ന് വന്നില്ലേ? പി ജയരാജനാണ് പ്രതിയാവുക. അത് പറ്റുമോ? അത് പറ്റാത്തത് കൊണ്ട് പി ജയരാജൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കൊക്കെ. അതുകൊണ്ട് അത് പറ്റാത്തത് കൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി എന്താ പറയുക, ധർമ്മസങ്കടത്തിലായിട്ട് അതിന്റെ മേലെ അടയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുകൊണ്ട് ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് അങ്ങേര് കൊണ്ടുപോയിട്ട് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുത്തത്. സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുത്തപ്പോൾ സംസ്ഥാന കമ്മിറ്റി രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഈ കമ്മീഷനെ വെച്ചിട്ട് ഇയാൾക്ക് ചെറിയ എന്താണ് സാധാരണ CPM-കാർ പറയുന്ന ഒരു വാക്യം ഉണ്ടല്ലോ, ഇയാൾക്ക് ഇതുണ്ടായി, ഇതിന്റെ കുറവുണ്ടായി, കുറവുണ്ടായി ചെറിയ തോതിൽ എന്ന് പറഞ്ഞ് പിറ്റത്തെ മാസം അയാളെ യുവജന കമ്മീഷന്റെ സംസ്ഥാന അധ്യക്ഷനാക്കി. അപ്പോഴും മനു തോമസ് അല്ല, ഈ M ജയചന്ദ്രനാണെങ്കിൽ പിന്നെ ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അയാൾ മനു തോമസ് വളരെ മാന്യമായ, അദ്ദേഹം പറഞ്ഞു പാർട്ടി, അയാൾ ഇപ്പോഴും CPM LDF ഇടതുപക്ഷമാണെന്ന് ആവർത്തിച്ച് സർവ്വമാധ്യമങ്ങളോടും പറഞ്ഞത് കേരളം കേട്ടതല്ലേ. അയാൾ അതുകൊണ്ടെന്ന് വെച്ചാൽ മിണ്ടാതെ പോയി വീട്ടിലിരുന്നു. അതേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു ജയചന്ദ്രനും മനസ്സിലാവില്ല, അതാ പ്രശ്നം. അതിന് പകരം എന്താ ചെയ്യേണ്ടത്? അയാൾ നാട് മുഴുവനുള്ള പത്രക്കാരെ കാണുകയും പത്രസമ്മേളനം നടത്തുക വേണ്ടത്. അത് ചെയ്തിട്ടില്ല അയാൾ പോയി വീട്ടിലിരുന്നു. അതേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ മനു തോമസ് ആയിരുന്നു ഷാജറിനേക്കാൾ വലിയ നേതാവ് കണ്ണൂരിൽ. അത് ജയേന്ദ്രൻ അറിയില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം, കാരണം ഞങ്ങൾ കണ്ണൂരുകാരാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച മനു തോമസിനെയല്ലേ ഈ കമ്മീഷന്റെ ചെയർമാൻ ആക്കേണ്ടത്? അങ്ങനെയല്ല. അതുകൊണ്ട് ഈ പാർട്ടിയിലെ പിടിപാട്, അത് ഏത് പാർട്ടി എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം, പാർട്ടിയിലെ ഉന്നതങ്ങളിലെ പിടിപാട് എന്ന് പറയുന്ന പഴയ പത്രശൈലി ഉണ്ടല്ലോ, അത് ഷാജറിനേ ഉള്ളൂ, മനു തോമസിന് ഉണ്ടായിരുന്നില്ല. അയാൾ നേരെ പോ എന്നുള്ളതാണ്. അതിന്റെ അപകടം എന്താണെന്ന് MP ജയരാജൻ അറിയാം, ജയചന്ദ്രൻ അറിയില്ല. അതുകൊണ്ട് ഇന്നലെ MP ജയരാജൻ എന്ത് സമീപനാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി മനു തോമസിനോട് എടുത്തുകൊണ്ടിരിക്കുന്നത്? മനു തോമസിനോട് അങ്ങേയറ്റം മൃദുവായ, അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്തൊരു സാഹചര്യത്തിൽ വേറെ മാർഗമില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഒഴിവാക്കേണ്ടി വന്നു, അല്ലാതെ അദ്ദേഹത്തെ ആരും പുറത്താക്കിയിട്ടില്ല എന്ന് പറഞ്ഞതൊന്നും ഈ ജയേന്ദ്രൻ കേട്ടിട്ടില്ലേ? പുറത്താക്കുക എന്നാണ് പറഞ്ഞാൽ പാർട്ടി നടപടി. അയാളെ ഒരു നിവൃത്തികേട്, അയാൾ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്ത സാഹചര്യത്തിൽ അയാളെ ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നു, ഇനിയും വേണമെങ്കിൽ തിരിച്ചു വരാം എന്നൊരു മൃദു സമീപനം എന്തുകൊണ്ടാണ്? ഇങ്ങനെയല്ലല്ലോ കണ്ണൂരിലെ CPM-കാർ പലരെയും പുറത്താക്കിയിട്ടുള്ളത്. പുറത്താക്കിയതിന്റെ പിറ്റേന്ന് ഇൻക്വിസിഷൻ നടപടികൾ ആരംഭിക്കും പാർട്ടി. അതാണ് CPM-ന്റെ രീതി. ഗൗതമയെ പുറത്താക്കിയപ്പോൾ എങ്ങനെയായിരുന്നു? MV രാഘവനെ പുറത്താക്കിയപ്പോൾ എങ്ങനെയായിരുന്നു? പിറ്റേന്ന് തുടങ്ങും, അല്ലെങ്കിൽ അന്ന് രാത്രി മുതൽ തുടങ്ങും കുറ്റവിചാരണയും ഈ പറയുന്ന അനന്തര നടപടികളും ആരംഭിക്കില്ലേ? എന്തൊക്കെയാ പറയായിരുന്നത്? മനു തോമസിന്റെ കാര്യത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അയാൾക്ക് കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അകത്തെ ഈ CPM-ന്റെ നേതാക്കന്മാരെന്ന് പറയുന്ന ആളുകളുടെ ഈ പറയുന്ന സ്വകാര്യമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സകല കൊള്ളരുതായ്മയും ക്രിമിനൽ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരു ജില്ലാ കമ്മിറ്റിക്കാരനാണ് മനു തോമസ്. അതുകൊണ്ട് അയാളെ വെറുതെ പിണക്കി ഇപ്പൊ തന്നെ പ്രതിസന്ധിയിലായിട്ടുള്ള, അതാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ, ഈ തോറ്റത് മുഴുവൻ, മലബാറിൽ തോറ്റത് മുഴുവൻ, പഴയ മലബാർ ജില്ലകളിൽ മുഴുവൻ തോറ്റത് 1 ലക്ഷത്തിന് മുകളിൽ വോട്ടിനാണ്. ഒറ്റ സ്ഥലത്ത് 1 ലക്ഷത്തിൽ കുറഞ്ഞ വോട്ടിന് തോറ്റിട്ടില്ല. അടിസ്ഥാന വോട്ടുകൾ മുഴുവൻ ഒലിച്ചു പോയതായിട്ട് സർവ്വ ജില്ലാ കമ്മിറ്റികളിലും ചർച്ച നടക്കുന്നുണ്ട്.
അതിന്റെ നടുവിൽ ഇങ്ങനെ ഒരു കാര്യവും കൂടി ചേർത്ത് കൊണ്ടുവന്നിട്ട് ആകെ ഇനിയും എന്താ പറയേണ്ടത്, ഇനിയും നാറാൻ തയ്യാറല്ല എന്ന സൂചനയാണ് മനു തോമസ് ഈ പ്രശ്നം ഉന്നയിക്കുമ്പോൾ അയാളെ ഒറ്റയടിക്ക് നൽകുന്നത്. തള്ളിക്കളയാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധിയെ CPM അനുഭവിക്കുന്നുണ്ട് എന്നാണ്. ഞാനൊന്ന് വേഗം ഈ പാനലിലേക്ക് തിരിച്ചു വരാം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ജയചന്ദ്രൻ, പാർട്ടിയെ ഇത്രമേൽ അവമതിപ്പുണ്ടാക്കും വിധത്തിലുള്ള വിവാദത്തിലേക്ക് തള്ളിയിടുന്ന ഒരാളെ, അതിന് കാരണക്കാരനായ ഒരാളെ എത്ര മൃദുഭാവത്തിൽ CPM കൈകാര്യം ചെയ്യുന്നത് CPMന് ചില കാര്യങ്ങൾ ഭയക്കാനുള്ളത് കൊണ്ടാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു വിമർശകർ. അതൊരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ. വലതുപക്ഷത്തിൻ്റെ കയ്യിൽ കളിക്കുന്ന പാർട്ടി ശത്രു എന്നൊക്കെ വിളിക്കേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. അത് ഉണ്ടാവുന്നില്ല CPMൽ നിന്ന് എന്ന് മാത്രമല്ല, വേണമെങ്കിൽ ഇനിയും താങ്കളെ അക്കോമഡേറ്റ് ചെയ്യാൻ തക്കവണ്ണം വിശാലമാണ് പാർട്ടി സെറ്റപ്പ് എന്ന് പറയുക കൂടി ചെയ്യുകയാണ്. സത്യത്തിൽ മനു ഉയർത്തുന്ന പ്രശ്നങ്ങളുടെ ആഴം CPM ഭയപ്പെടുന്ന ഒന്നാണോ? എൻ്റെ അറിവിൽ തീർച്ചയായും അല്ല നിഷാദ്. കാരണം ഇപ്പോൾ ശ്രീ ഉമേഷ് ബാബു പറഞ്ഞ ആ ഒരു സിദ്ധാന്തം വെച്ചിട്ടാണെങ്കിൽ കണ്ണൂരുകാരനല്ലാത്ത എനിക്ക് കണ്ണൂരിലെ പ്രശ്നങ്ങൾ മനസ്സിലാവില്ല. പക്ഷേ ശ്രീ KC ഉമേഷ് ബാബു, ഞാൻ കണ്ണൂരിലും ജോലി ചെയ്തിട്ടുള്ള ആളാണ്, മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ. നമ്മൾ ഈ ഒരു സ്ഥലത്തിൽ ഈ പണ്ട് ശിവസേനയൊക്കെ ഉയർത്തിയിരുന്ന മണ്ണിന്റെ മക്കൾ വാദം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തിരയടിച്ച് വന്നുപോയി. താങ്കൾ പറഞ്ഞത് തെറ്റായ കാര്യമാണ്. മനു തോമസിനെ കുറിച്ച് താങ്കൾ പരാമർശിച്ചത് താങ്കൾ തെറ്റായ ദയവായി ഒന്ന് അടങ്ങൂ, ഞാനൊന്ന് പറയട്ടെ സാർ. താങ്കൾ ദയവായി ഒന്ന് അടങ്ങൂ, ഞാനൊന്ന് പറയട്ടെ. എന്റെ സമയമല്ലേ ഇത്? അതെ, നിങ്ങൾ പറഞ്ഞോളൂ, പക്ഷെ നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പക്ഷേ നമുക്ക് എല്ലാവർക്കും ശരി. അതിനകത്ത് ശ്രീ ജയചന്ദ്രൻ, ശ്രീ KC ഉമേഷ് ബാബു, താങ്കൾക്ക് കണ്ണൂർ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യാനുള്ള ശേഷിയെക്കുറിച്ചല്ല, മറിച്ച് താങ്കൾ പറഞ്ഞതിൽ ചില ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു എന്നാണ് അദ്ദേഹം പറയുന്ന കാര്യം. ഓക്കെ, അതവിടെ നിർത്തി നമുക്ക് ബാക്കി പോകാം. അല്ലാതെ ഫാക്ച്വൽ എറർ ആണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല എന്നേ. കാരണം എനിക്കറിയാം ഇതിൻ്റെ അകത്ത് എന്താണ് വസ്തു എന്നുള്ളത്. ഈ വാട്ട് ഈസ് വാട്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ചർച്ചയിൽ വരുന്നത്. അല്ല മനസ്സിലാക്കാതെ ഒന്നും വന്നതല്ല. വെറുതെ നിങ്ങൾ വിളിച്ചുകൊണ്ട് ചർച്ചയിൽ വന്നിരുന്ന് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന സ്വഭാവം ഒരു ചർച്ചയിൽ എനിക്കില്ലെന്നുള്ളത് മിനിമം താങ്കളെങ്കിലും അറിയുമല്ലോ. പിന്നെ ഇതില് ഈ പ്രശ്നം ഇതിൻ്റെ അകത്ത് നേരത്തെ മനു തോമസ് ഉന്നയിച്ച വിഷയം CPM ഗൗരവമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചിലരെയൊക്കെ നടപടി എടുത്തിട്ടുമുണ്ട്. ആ നടപടിയെടുത്ത ആൾക്കാരുടെ പേരെന്ന് ഇപ്പം ഇവിടെ വിശേഷിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത്തരത്തിലുള്ള അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് അത് വിട്ടുകളയുന്നത്. ഇപ്പോൾ മനു തോമസ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ഈ വിഷയം വന്നത് ഇന്നലെ ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തെക്കുറിച്ച് സുനിലൈസൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇവിടെ അവിടെ അവർ ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ചും പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ അത്തരത്തിലൊരു പ്രശ്നമില്ല, ഒട്ടേറെ സംഘങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് CPM ജില്ലാ സെക്രട്ടറിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് ആ ബോധ്യം ആ സംഘടനയ്ക്കുള്ളതുകൊണ്ടാണ്, വ്യക്തിക്കല്ലല്ലോ. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയാണ്, ഒരു പാർട്ടിയെയാണ്. ആ പാർട്ടി അങ്ങനെയല്ല കണ്ണൂർ രാഷ്ട്രീയത്തിൽ അവരുടെ നേതാക്കളെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനേക്കാൾ കുറച്ചുകൂടെ വിശാലമായി സ്റ്റേറ്റ് കമ്മിറ്റി പരിശോധിക്കുകയും അത്തരത്തിലുള്ള ഒരു അവമതിപ്പിന് ഇടയാകത്തക്ക വിധത്തിൽ ജയരാജൻ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും വന്നിട്ടില്ല എന്ന് കാണുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞ വർഷം തന്നെ നടന്ന കാര്യങ്ങളായിട്ട് എനിക്കറിയാം. അതൊന്നുമല്ലോ നമ്മുടെ വിശദമായ ചർച്ചാ വിഷയങ്ങളിൽ അതൊന്നും വരുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ ആലക്കോട്ടെ പ്രശ്നം പറഞ്ഞല്ലോ. ആലക്കോട്ടെ പ്രശ്നത്തിൽ ആ ഏരിയ സെക്രട്ടറിയെ മാറ്റിയത് എപ്പോഴാണ്? ഏരിയ കോൺഫറൻസിലാണ് മാറ്റിയത്. ഏരിയ കോൺഫറൻസിൽ ആളെ മാറ്റണമെങ്കിൽ പ്രതിനിധികളാണ് തീരുമാനിക്കുന്നത്, P ജയരാജൻ അല്ല. P ജയരാജൻ വന്നിട്ട് കയ്യെ പിടിച്ച് തീരുമാനിപ്പിക്കുകയല്ലോ ചെയ്യുന്നത്. വോട്ടിംഗ് ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യുന്നതും കോൺഫറൻസിലെ പ്രതിനിധികളാണ്. ഏരിയ സമ്മേളനത്തിൽ മാറ്റപ്പെട്ട ഒരാളുടെ കാര്യമാണ് പറയുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതുമാണ്. പിന്നെ ഈ പറഞ്ഞ തെറ്റുതിരുത്തൽ രേഖയിൽ ഉമേഷ് ബാബു പറഞ്ഞതിൽ ഒരു ശരിയുള്ള അതാണ്. തെറ്റുതിരുത്തൽ രേഖ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തതിന് ശേഷം, അതായത് 2022 ഡിസംബറിൽ ചർച്ച ചെയ്തതിനു ശേഷം പിന്നീട് ജില്ലാ ഘടകങ്ങൾ ചർച്ച ചെയ്തല്ലോ. സ്വാഭാവികം കണ്ണൂർ ചർച്ച ചെയ്തു. കണ്ണൂർ ചർച്ച ചെയ്തപ്പോഴേക്ക് ഈ പറയുന്നത് പോലെ ഉമേഷ് ബാബു സൂചിപ്പിച്ചതുപോലുള്ള ചില വിഷയങ്ങൾ കണ്ണൂർ മേഖലയുമായി ബന്ധപ്പെട്ട് CPIM മാത്രമല്ല, CPIMലെ ചില ആൾക്കാർ കോൺഗ്രസിനോടുകൂടി ചേർന്ന് എന്നുവരെയാണ് അവിടെ ചർച്ച വന്നത്. ജില്ലാ കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പ് രേഖ ചർച്ച ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നും അത് പാർട്ടി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ കാര്യങ്ങളടക്കം സ്റ്റേറ്റ് കമ്മിറ്റി പരിശോധിക്കുകയും ചെയ്തതായിട്ടാണ് എൻ്റെ അറിവിലുള്ളത്. ആ കാര്യങ്ങളൊക്കെ സെറ്റിൽഡുമാണ്. അപ്പോഴൊക്കെ ഈ മനു തോമസ് ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് തുടരുന്നുണ്ട്. അദ്ദേഹം പാർട്ടി വിമതനല്ല, വിരുദ്ധനുമല്ല.
അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അദ്ദേഹം നിഷ്ക്രിയനാണ്, പ്രവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ഈ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് കൊണ്ട് മാത്രമാണ് മനസ്സിലാക്കണം എന്ന് ഇപ്പോൾ ശഠിക്കുന്നത്. ആ ശാഠ്യം കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ എന്നാണ് ഞാൻ ആദ്യം എൻ്റെ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞത്. അത് നിരന്തരമായി വരേണ്ട ഒരു പ്രക്രിയയാണെന്ന് തോന്നുന്നെങ്കിൽ ഇതുകൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ എന്നാണ്. സിറിജിൽ മാക്കുറ്റി ഇതിനകത്ത് ജയരാജൻ ഒറ്റയ്ക്ക് ഇറങ്ങിയെന്ന് പ്രതിരോധിക്കേണ്ടി വരുമോ മനുവിനെ? ശ്രീ നിഷാദ്, യഥാർത്ഥത്തിൽ ഈ ഒരു വിവാദം വന്നപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് പരിശോധിച്ചാൽ പി ജയരാജനെ അനുകൂലിക്കുന്നവരും മനു തോമസിനെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള കൃത്യമായ ഒരു അന്തരം കാണാൻ സാധിക്കും. പി ജയരാജൻ്റെ അനുകൂലികൾ എന്ന് പറയുന്നത് PJ ആർമിയിലുള്ള ഈ കൊട്ടേഷൻ സംഘങ്ങളാണ്. അർജുൻ ആയങ്കിമാരും അതോടൊപ്പം തന്നെ തില്ലങ്കേരിമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പി ജയരാജനെ സംരക്ഷിക്കാൻ. പക്ഷേ ഒറിജിനലായിട്ടുള്ള ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള സഖാക്കന്മാർ മനു തോമസിന് അനുകൂലമായി പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലകളിൽ കണ്ണൂരിലെ പാർട്ടി എന്ന് പറയുന്നത് ഏകശിലാരൂപമായിരുന്നു. പിണറായി പറഞ്ഞാൽ അപ്പുറം ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് കണ്ണൂരിലെ പാർട്ടിക്കകത്ത് വലിയ രൂപത്തിൽ അന്തഃഛിദ്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പി ജയരാജനും EP ജയരാജനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. ഈ EP ജയരാജൻ്റെ ബിസിനസ് സംരംഭത്തെക്കുറിച്ച് പി ജയരാജൻ പരാതി പറയുന്നു. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുന്നു. ഇപ്പോൾ പി ജയരാജൻ്റെ ഉപദേശമുണ്ട് മനു തോമസിനെതിരായി പറയുന്നത് കേട്ടു. അദ്ദേഹം ബിസിനസ് ചെയ്യുന്നത് ശരിയല്ല. മനു തോമസ് എൻ്റെ കൂടെ എൻ്റെ ജൂനിയറായി കണ്ണൂർ SM കോളേജിൽ പഠിച്ച ഒരു SFI-കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ സാധിക്കും. പൊതുവേ ഈ പറയുന്ന SFI-കാരുടെ DYFI-കാരുടെ തണ്ടും അതോടൊപ്പം തന്നെയുള്ള ഈ അഹങ്കാരമൊന്നും ഇല്ലാത്തൊരു മാന്യനായ കമ്മ്യൂണിസ്റ്റുകാരനായി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരനാണ്. ഞങ്ങളൊക്കെ ഒന്നിച്ച് ഒരേ കാലഘട്ടത്തിലുണ്ടായ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം അധ്വാനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു ബിസിനസ് നടത്തുന്നു എന്നുള്ള വസ്തുതയാണ്. അല്ലാതെ അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തോ അല്ലെങ്കിൽ മാഫിയ പ്രവർത്തനമോ അല്ലെങ്കിൽ കൊട്ടേഷൻ പ്രവർത്തനമോ ഒന്നുമല്ല നടത്തുന്നത്. മാന്യമായി ബിസിനസ് ചെയ്ത് ജീവിക്കുക. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വന്തം അധ്വാനിച്ചിട്ട് ജീവിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് അദ്ദേഹം പോകുന്നു. അതാണ് അവിടെ അദ്ദേഹത്തിൻ്റെ കുറ്റമായി പി ജയരാജൻ കാണുന്നത്. പക്ഷേ പി ജയരാജൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ മനു തോമസിനെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഇവിടെ അവസാനിക്കുന്ന പ്രശ്നമല്ല. ഈ പാർട്ടിക്കകത്ത് അതിശക്തമായ രൂപത്തിൽ നമുക്കറിയാൻ സാധിക്കും. മനു തോമസിനെ പോലെ ചിന്തിക്കുന്ന ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഈ പാർട്ടിയുടെ ഏകാധിപത്യവും ഈ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധികാരം ഉപയോഗിച്ച് പണമുണ്ടാക്കുകയും മാഫിയകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതിന് മനമെടുത്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ശ്രീ നിഷാദ്, ശ്രീ ഉമേഷ് ബാബു ഇവിടെ സൂചിപ്പിച്ചല്ലോ. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ വോട്ടുകൾ CPM-ന്റെ പാർട്ടി കോട്ടകളിൽ നിന്ന് ചോർന്നത് എന്നത് വലിയ കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളായ കണ്ണൂരിന്റെ പാർട്ടി കോട്ടകളിൽ നിന്ന് വോട്ടുകൾ ചോർന്നിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമാണോ? രാഷ്ട്രീയ അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ഫോടനാത്മകമായ സംഗതി എന്ന നിലയ്ക്ക് വേണമെങ്കിൽ കൂടി കാണാവുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് CPM ഒരു പഴയ ലൈൻ ഇതിനോട് എടുക്കാത്തത് എന്നതുകൂടി നമ്മൾ കൗതുകത്തോടെ എന്റെ സമയം ഒന്ന് കടന്നുകൊണ്ട് ഞാൻ നിലപാടുകയാണ്. താങ്ക് യു റിജിൽ മാക്കുറ്റി, KC ഉമേഷ് ബാബു, ഒപ്പം തന്നെ ശ്രീ ജയചന്ദ്രൻ ഈ ചർച്ചയിൽ പങ്കെടുത്തു.